നമസ്കാരം. ഭക്തരെ തോൽപ്പിക്കാനാവില്ലെന്ന് മനസ്സിലായി. അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് ഒരു കൂട്ടർ. അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് നേരെ ഉണ്ടായ അതിക്രൂരമായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ശബരിമല കർമ്മസമിതി പ്രതിഷേധ ദിനം ആചരിക്കുന്നതിനിടെ വീണ്ടും അക്രമം. പാടിയോട്ടുചാലിൽ അയ്യപ്പ ഭക്തന്റെ വീട് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിന് തീയിട്ടു. പയ്യന്നൂരിൽ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്ത പാടിയോട്ടുചാൽ പടുവട്ടം റോഡിൽ ടി.പി. മാധവന്റെ മകൻ അഭിനേഷിന്റെ ബൈക്കിനാണ് തീയിട്ടത്. തീ പടരുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് തീ കെടുത്തുന്നതിനാൽ സമീപത്തുണ്ടായിരുന്ന കാർ അഗ്നിക്കിരയാകാതെ മാറ്റുവാൻ കഴിഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ CPM എന്നാണ് ആരോപണം. ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഇന്നലെ അയ്യപ്പ ജ്യോതി പരിപാടിക്ക് നേരെ കണ്ണൂരിൽ ആക്രമണം നടന്നിരുന്നു. പയ്യന്നൂർ, പെരുമ്പ, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത്. അയ്യപ്പ ഭക്തരെ ആക്രമിച്ച CPM സംഘം ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് കേടുവരുത്തുകയും ചെയ്തു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കേരളത്തിൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുകയാണ്. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അയ്യപ്പ ജ്യോതി ഭക്തജന പങ്കാളിത്തം കൊണ്ട് ഒരു ചരിത്ര സംഭവമായി മാറിക്കഴിഞ്ഞത് കേരളം കണ്ടതാണ്. ഉദ്ദേശിച്ചിരുന്നതിന്റെ 10 മടങ്ങ് ഏകദേശം 21 ലക്ഷം ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് വ്യാപകമായി ഭക്തജനങ്ങൾ അയ്യപ്പ ജ്യോതിയിൽ അണിചേർന്നു. അയ്യപ്പ ജ്യോതിയുടെ വിജയം കണ്ട് വിറളി പൂണ്ടവർ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കാനെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തരെ അതിക്രൂരമായി മർദ്ദിക്കുകയും വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്രമണം വകവയ്ക്കാതെ എല്ലാ പ്രദേശങ്ങളിലും ഭക്തജനങ്ങൾ അണമുറിയാതെ ജ്യോതിയിൽ പങ്കെടുത്ത് വിജയിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.